ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ഞാൻ ചിലപ്പോഴൊക്കെ ഇത് അപ്പുറമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനുമായിട്ട് ഈ കഫ് സിറപ്പ് ചുമയ്ക്കുള്ള മരുന്ന് ഈ സാധനം കുടിച്ച് 14 കുട്ടികൾ മരിച്ചു എന്നുള്ള വാർത്തയാണ്. നമ്മൾ അതിനകത്ത് വിഷാംശം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന പറച്ചിൽ. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ ചെറിയൊരു ചുമ വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഈ കഫ് സിറപ്പ് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും നോക്കാതെ അമ്മമാർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഒരു കുട്ടികളുടെ കാര്യത്തിൽ സ്വയം ചികിത്സ നടത്തും. കഫ് സിറപ്പ് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നൊരു നിഗമനത്തിലാണ് അമ്മമാർ പലപ്പോഴും ഇത് ചെയ്യുന്നത്. എന്നാൽ 14 കുട്ടികളുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് സ്വയം ചികിത്സ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എത്ര വലിയ അപകടമാണെന്നാണ് ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉണ്ടായ കുഞ്ഞുങ്ങളുടെ മരണം നമ്മോട് വിളിച്ചു പറയുന്നത്. നമ്മൾ ശരിക്കും രോഗനിർണയം നടത്താൻ നമ്മൾ യോഗ്യരല്ലെങ്കിൽ ഒരിക്കലും ചികിത്സ നമ്മൾ നടത്താൻ പാടില്ല. നമ്മൾ അര ഡോക്ടർ ആകരുത്. പഴഞ്ചൊല്ലില്ലേ, അര ഡോക്ടർ ആളെ കൊല്ലും. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച വിഷയത്തിൽ അടിയന്തര യോഗം ചേർന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ന് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകൾ ലൈസൻസുകൾ റദ്ദാക്കാൻ തീരുമാനമായി. മധ്യപ്രദേശിൽ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ അറസ്റ്റിലായി. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ കോൾ ട്രിപ്പ് കഫ് സിറപ്പ് നിരോധിച്ചു കഴിഞ്ഞു. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ ഇതിൻ്റെ ഗുരുതരാവസ്ഥ. SKN, അതായത് ഈ ചുമയ്ക്കുള്ള കോൾഡ് ഡ്രിപ്പ് കഫ് സിറപ്പ് കഴിച്ചാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി 14 കുട്ടികൾ മരിച്ചത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നൊരു നിർണായകമായിട്ടുള്ള യോഗം ചേർന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ആ യോഗം നടന്നത്. ആ യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ കാഞ്ചീപുരത്തെ ഈ കഫ് സിറപ്പ് നിർമ്മാണ യൂണിറ്റിന്റെ ലൈസൻസ് റദ്ദാക്കും. ആ യൂണിറ്റിന്റെ ലൈസൻസ് റദ്ദാക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ ശുപാർശ ചെയ്തു എന്നതാണ് ഇതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം ഈ നിമിഷം വരുന്നത്. തമിഴ്നാട്ടിലെ ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കാനായി കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ യോഗത്തിൽ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന്, കഫ് സിറപ്പുകളുടെ യുക്തിപൂർവമായ ഉപയോഗം അത് ഉറപ്പാക്കാനും നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാനും ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസ് അടക്കം റദ്ദാക്കാനുള്ള തീരുമാനങ്ങൾ അതുണ്ടാകും, കർശന നടപടികൾ ഉണ്ടാകും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റേതാണ് ഇപ്പോൾ ഈ ശുപാർശ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇന്ന് ആരോഗ്യ മന്ത്രാലയം ഇത്തരമൊരു യോഗം ചേർന്നുകൊണ്ടാണ് ഈ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം 14 കുട്ടികളുടെ മരണത്തിനാണ് ഇത് ഇടയാക്കിയിരിക്കുന്നത്. അത് അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ മരുന്ന് ശുപാർശ ചെയ്ത് അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായി ഈ ഡോക്ടർ പ്രവീൺ സോണിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ മരുന്ന് നിർദ്ദേശിച്ച മധ്യപ്രദേശിൽ കുട്ടികൾക്ക് ഈ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നിയമവിരുദ്ധമായി മരുന്ന് നൽകിയതിന് ഡോക്ടറെ ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി അത് മധ്യപ്രദേശ് സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തു. എന്തായാലും നിലവിൽ ആ തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ലൈസൻസ്, ഈ കമ്പനിയുടെ ലൈസൻസ് കൂടി, ഈ ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് കൂടി റദ്ദാക്കാനുള്ള ശുപാർശ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന ആർ അച്യുതനാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ പുലി ഇറങ്ങി എന്ന് സംശയം. പയ്യനടത്ത് മേഖലയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. ഇത് കൊളർമുണ്ട പയ്യനടം പ്രദേശമാണ്. ഇവിടെ ഒരു പുലിയെ കണ്ടതായി ദൃക്സാക്ഷികൾ അറിയിച്ചിട്ടുണ്ട്. മയിലാമ്പാടത്തുള്ള ആളുകളാണ് ഇത് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും ജനങ്ങൾ കൂടിയതൊക്കെ. കാരണം ഇവിടെ വീടുകൾ തിങ്ങിയുള്ള ഒരു പ്രദേശമാണ്. ധാരാളം വീടുകളും ജനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ മദ്രസകളും സ്കൂളുകളൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.
പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന തത്സമയം ചേരുകയാണ്. ഷംന, ശരിക്കും ഈ പുലി ഇറങ്ങി എന്ന് ജനങ്ങൾ സംശയിക്കുന്ന കാരണം എന്താണ്? അവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ മേഖലയിൽ, പയ്യന്നടം മേഖലയിൽ പുലിയെ കണ്ടതായുള്ള ഒരു സംശയം ഈ മൈലാമ്പാടം സ്വദേശികളായ നാട്ടുകാർ പറയുന്നത്. അതായത് ഇവർ റോഡ് ക്രോസ് ചെയ്തു പോകുന്നതിനിടെ പുലി മേഖലയിൽ ഉണ്ടായിരുന്നു എന്നൊരു സംശയമാണ്. പുലി റോഡ് ക്രോസ് ചെയ്തു പോകുന്നതായി കണ്ടു എന്നൊരു സംശയമാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ പിന്നീട് പഞ്ചായത്ത് അംഗങ്ങളെയും വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിവരം അറിയിച്ചു. ഇതോടുകൂടി ഇപ്പോൾ RRT സംഘം മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. ഈ പയ്യന്നടം മേഖല ധാരാളമായി ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതേസമയം തന്നെ ഇവിടെ പുലി ഇറങ്ങാനുള്ള ഒരു സാധ്യത അത് പൂർണ്ണമായി വനംവകുപ്പ് തള്ളിക്കളയുന്നുമില്ല. ഒരുപക്ഷെ പുലി ഉണ്ടാവാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പും ഉള്ളത്. എന്തായാലും മേഖലയിൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ഇന്ന് അങ്ങനെ നിരീക്ഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മേഖലയിൽ ക്യാമറ അടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം അടക്കം ഉറപ്പാക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. കാരണം ഇവിടെ നേരത്തെ ഈ നാട്ടുകാർ തന്നെ നമ്മളോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ ധാരാളം പ്രദേശവാസികളുണ്ട്, ഒപ്പം സ്കൂളുകളും മദ്രസകളും ഒക്കെയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മേഖലയിൽ ക്യാമറ അടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും മേഖലയിൽ ഇപ്പോൾ ശക്തമായ നിരീക്ഷണം നാട്ടുകാരുടെയും RRT സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഓക്കെ, താങ്ക് യു ഐഷത്തുൽ ഷംന. നമ്മുടെ ശ്രീരാജ് കാലിക്കറ്റ് പറഞ്ഞ വയസ്സായവർക്കും ഈ കഫ്സിറപ്പ് കുടിച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് നല്ല ചുമമരുന്ന് കൊടുത്തിട്ട് വയ്യാതെയായി. അത് ഇതുകൊണ്ട് തന്നെയാണോ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ 14 കുഞ്ഞുങ്ങളുടെ മരണം നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നെ ഈ മരുന്ന് നിരോധിക്കാത്തത്. കേരളത്തിലൊക്കെ ഈ മരുന്ന് നിരോധിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയണം. ഇന്നത്തെ മീറ്റിങ്ങിലും ചില തീരുമാനങ്ങൾ എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തൃശ്ശൂരിലേക്ക് കുന്നംകുളം ചൊവ്വന്നൂരിലെ കൊലപാതകത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന സണ്ണി പിടിയിലായി. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലാണ് സണ്ണി പിടിയിലായ സ്ഥലം. കൊലപാതകത്തിന് മുമ്പ് സണ്ണി ക്വാർട്ടേഴ്സിൽ എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യം ആദ്യം ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിച്ചു തരാം. പ്ലേ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ. SKN 2 കൊലപാതക കേസിൽ പ്രതിയായ സണ്ണിയുടെ ക്വാർട്ടേഴ്സിലാണ് ഇന്ന് വൈകുന്നേരം ഒരാളുടെ, അതായത് 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. വെട്ടിക്കൊന്നതിന് ശേഷം ആ മൃതദേഹം ഈ കത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്വാർട്ടേഴ്സിന്റെ ഉടമയായിട്ടുള്ള സണ്ണിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന സണ്ണിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് സണ്ണിയെ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോലീസ് പിടികൂടുന്നത്. ഇവിടെ നിന്ന് ഈ സണ്ണി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനിടയിൽ അതിസാഹസികമായി പോലീസ് ഈ സണ്ണിയെ കീഴ്പ്പെടുത്തി. സണ്ണിയെ ഇപ്പോൾ ഈ കുന്നംകുളത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരിച്ച ആളെക്കുറിച്ചുള്ള ചില സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കൊലപാതകത്തിന് മുൻപ് സണ്ണി ഈ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ 2 കൊലപാതക കേസിൽ പ്രതിയായ സണ്ണി ഒരു കേസിൽ ശിക്ഷ അനുഭവിച്ചതാണ്. രണ്ടാമത്തെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ഈ ചൊവ്വന്നൂരിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ സണ്ണിയുടെ വീട്ടിൽ തന്നെ ഈ ഒരാളെ കൊലപ്പെടുത്തി എന്ന് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും സണ്ണി ഈ കുറ്റം സമ്മതിച്ചിട്ടില്ല. പോലീസ് കുന്നംകുളത്തെത്തിച്ച് വിശദമായി ഇപ്പോൾ സണ്ണിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു. ഷാജി പൊയ്കൽ പറയുന്നു പുലി പോയിട്ട് എലി പോലും അവിടെ കാണുന്നില്ല. പുലി നമ്മളെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുകയാണോ ക്യാമറയുടെ മുന്നിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്? അങ്ങനെയല്ല, പുലി അവിടെ വന്നു, ആരോ കണ്ടു, അങ്ങനെ പറഞ്ഞൊരു സംശയമാണ്. സംശയം തന്നെ ആൾക്കാരെ പേടിപ്പിക്കില്ലേ? താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് പുലി ഇറങ്ങാത്തതുകൊണ്ടാണ്. പുലിയും കടുവയും കാട്ടാനയും ഒക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാലേ മനുഷ്യൻ ഉറക്കം കിട്ടില്ല സുഹൃത്തെ. 2019 അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളി എന്ന മുൻ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. സ്വർണം പൂശിയ ചെമ്പുപാളിയാകാം കൈമാറിയത് എന്നാണ് ഈ പുതിയ പ്രതികരണം. ദേവസ്വം ഭരണം സർക്കാർ അവസാനിപ്പിക്കണമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിലൂടെ ഇന്ന് ആവശ്യപ്പെട്ടതും മറ്റൊരു വാർത്തയായി. ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ല. അത് ചെമ്പ് തകിടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്വർണം പൂശാണ്. ആ സ്വർണ്ണപ്പൂശ് പോയതുകൊണ്ടാണ് ദ്വാരപാലകരെന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനോട് വാതിലിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് കറുത്ത് ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് അതൊന്നുകൂടെ കൃത്യമാക്കി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു പ്രപ്പോസൽ തിരുവാഭരണം കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു അവിടെ വന്നു. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണം അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണം എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനൊരു സ്പോൺസർ ചെയ്യും എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് 2019 കൈമാറിയത് ചെമ്പുപാളി എന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിലാണ് ഇന്ന് A. പത്മകുമാർ വിശദീകരണവുമായി എത്തിയത്.
ഇന്നത്തെ പ്രതികരണം ഇങ്ങനെ. 44 കിലോ സ്വർണം കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിൻ്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വർണമോ ചെമ്പോ എന്ന് തനിക്കറിയില്ലെന്ന് കൈമാറ്റം നടക്കുമ്പോൾ മഹസറിലൊപ്പിട്ട മുൻ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി 24-നോട് പറഞ്ഞു. അതേസമയം വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും CBI അന്വേഷണം വേണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി, ഇതിന്റെ ആസ്തി ബാധ്യത, അതുപോലെ സ്വർണങ്ങൾ, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയും അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും നന്നായിരിക്കും. എന്നാലേ ഒരു ഭയമുണ്ടാവുള്ളൂ. അതേസമയം വിവാദം കേരള പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. CBI അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് 24. പവിത്രൻ ബാതിരപ്പറ്റ ചോദിക്കുന്നു, പുലി ഇറങ്ങിയത് കൊണ്ട് നിങ്ങളെന്തിനാ ഇങ്ങനെ ആഘോഷിക്കുന്നതെന്നാണ്. അതല്ലേ, നമ്മൾ ആഘോഷിച്ചില്ലല്ലോ. നമ്മൾ ആകെ ചെയ്തത് ഒരു ഇൻഫർമേഷനാണത്. ഈ കുമരംപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ കുറച്ച് ജാഗരൂകരാകാനും ജാഗ്രത പാലിക്കാനും വേണ്ടി നമ്മൾ നടത്തിയ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അത്. താങ്കൾ ആഘോഷിച്ചു എന്ന് പാതിരപ്പറ്റ പറഞ്ഞത്, പാതിരപ്പറ്റ ഞാൻ പ്രതിഷേധിക്കുന്നു. യെസ് പ്രൊട്ടസ്റ്റിംഗ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22-ന് ശബരിമലയിൽ ദർശനം നടത്തും. 24-ാം തീയതി വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. MG പ്രതീഷ് ഈ യാത്രയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുന്നു. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി ശബരിമലയിൽ എത്ര മണിക്കൂർ ഉണ്ടാകും? ഒരു ദിവസം അവിടെ തങ്ങുമോ? എന്താണ് വിവരം? SKN ആഗോള അയ്യപ്പ സംഗമ വേദിയിലാണ് ദേവസ്വം മന്ത്രി VN വാസവൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ എത്തുമെന്ന കാര്യം പ്രഖ്യാപിച്ചത്. ഈ തീയതി സംബന്ധിച്ച ഒരു അന്തിമ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് വന്നു. സർക്കാരിനെ തന്നെ ഔദ്യോഗികമായി രാഷ്ട്രപതി ഭവൻ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 22-ാം തീയതിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തുന്നത്. കുറച്ച് മണിക്കൂറുകൾ ശബരിമലയിൽ ചെലവഴിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 22, 23, 24 തീയതികളിൽ രാഷ്ട്രപതി കേരളത്തിൽ ഉണ്ടായിരിക്കും. 22-ാം തീയതിയാണ് ശബരിമല നട അടയ്ക്കുന്നത്. 17-ാം തീയതി ശബരിമല നട തുലാമാസ പൂജകൾക്കായി തുറക്കും. അതിൻ്റെ അവസാന ദിവസമായി 22-ാം തീയതി ആയിരിക്കും രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത്. പ്രോട്ടോകോൾ ഓഫീസുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം കൈമാറിക്കഴിഞ്ഞു. നേരത്തെ തന്നെ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ സുരക്ഷാ മുന്നൊരുക്കങ്ങളും മറ്റു വിലയിരുത്തലുകളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. രാഷ്ട്രപതി ശബരിമല എത്തുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തായാലും 22-ാം തീയതി രാഷ്ട്രപതി ശബരിമലയിൽ എത്തുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പശ്ചിമേഷ്യയിലേക്ക്. ഗസയിൽ ബോംബാക്രമണം നിർത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ ഇസ്രായേൽ ഇന്നും ആക്രമണം തുടർന്നു എന്നാണ് വാർത്ത. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 11 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഗസയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചാൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ട്രംപിൻ്റെ 20 ദിന സമാധാന പദ്ധതിയിൽ നാളെ ഈജിപ്തിൽ ചർച്ചകൾ കൂടി നടക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം ശ്രീജിത്ത്. എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിൽ ഇന്നും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് പറന്നില്ല? SKN തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്ന ലക്ഷണമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഹമാസ് പൂർണ്ണമായും ഈ കരാറുമായി ഒത്തുവരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോഴും ആ 20 ദിന കരാറിൽ ഏതൊക്കെ ഭാഗങ്ങൾ അംഗീകരിക്കണം എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വീണ്ടും ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ 20 ദിന കരാർ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന വാക്ക് കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം ആവർത്തിക്കുന്ന ഒരേ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഹമാസ് പൂർണ്ണമായും ഈ 20 ദിന കരാറുമായി ട്രംപ് മുന്നോട്ട് വെച്ച കരാറുമായി അംഗീകരിച്ചു പോകുന്നില്ല എങ്കിൽ നിങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് ഇന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി നാളെ ഈജിപ്തിലെ കെയ്റോയിൽ സമാധാന ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഈ 20 ദിന കരാറിന്മേലുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. അതിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്, ട്രംപിന്റെ മരുമകൻ പങ്കെടുക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഹമാസിന്റെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നാളത്തെ യോഗത്തിന്റെ നാളത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണേണ്ടത്. കാരണം ഹമാസിന്റെ പ്രതിനിധികൾ ഇതുവരെ ഈ അടുത്ത സമീപകാലത്തൊന്നും ഇത്തരമൊരു ചർച്ചയിൽ, അതായത് ഇസ്രായേലിനെയും അമേരിക്കൻ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയിൽ ഹമാസിന്റെ പ്രതിനിധികൾ ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് നാളെ ഹമാസിന്റെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്ന ചർച്ചയാണ്
നടക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ 20 കരാറിൽ ഹമാസ് പൂർണ്ണമായും അംഗീകരിക്കാൻ ഹമാസ് ഇപ്പോഴും സന്നദ്ധരല്ല. അതിൽ ബന്ദികളെ വിട്ടു നൽകുമെന്ന കാര്യം മാത്രമാണ് ഹമാസ് ഇപ്പോഴും ഉറപ്പ് നൽകുന്നത്. ഇപ്പോൾ 40ഓളം പേരാണ് ഹമാസിന്റെ കൈവശം ഉണ്ട് എന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത്. അതിൽ 16ഓളം പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇസ്രായേൽ മനസ്സിലാക്കുന്നു. അവരെ ഹമാസ് വിട്ടു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങൾ, അതായത് നിരായുധീകരണം അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഗസയിൽ ഇപ്പോഴും ഈ കരാറിന് ശേഷവും ഗസയിൽ ഹമാസ് തുടരുകയാണ്, അല്ലെങ്കിൽ തുടരാൻ പോവുകയാണ്. ഗസയിലെ ഭാവിയിൽ വരാൻ പോകുന്ന ഗസ സർക്കാരിൽ അധികാരം പങ്കിടാൻ കൂടി ഹമാസ് സന്നദ്ധമാണ് എന്ന രൂപത്തിലാണ് ഹമാസിന്റെ നിലപാട്. പക്ഷേ ആ നിലപാടുമായി ഇസ്രായേലും അമേരിക്കയും, ആ നിലപാടിനെ അംഗീകരിക്കാൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറായിട്ടില്ല. അതിനെതിരെയാണ് ഇപ്പോഴും ട്രംപ് സംസാരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായും ഗസ വിട്ടു പോകേണ്ടതുണ്ട്. ഈ 20 കരാറിൽ ഇപ്പോഴും പറയുന്നത് ഗസയിൽ നിങ്ങൾ നിൽക്കേണ്ടതില്ല, നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാനുള്ളൊരു വഴി തുറന്നു തരാം എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും ആ ഒരു നിലപാട് അംഗീകരിക്കാൻ ഇപ്പോഴും ഹമാസ് സംഘം തയ്യാറായിട്ടില്ല. നാളത്തെ ചർച്ചയിൽ സാധാരണഗതിയിൽ നാളത്തെ ചർച്ചയിൽ ഹമാസ് ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയവും ഞങ്ങൾക്ക് ഗസയിൽ നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ ഗസയിൽ നിലനിർത്താനുള്ള ഒരു സാവകാശം സമയം തരണമെന്നായിരിക്കും ഒരുപക്ഷെ നാളത്തെ ചർച്ചയിൽ ഹമാസിന്റെ പ്രതികൾ ആവശ്യപ്പെടുക. പക്ഷേ അത് അംഗീകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. അതിൽ ഏറ്റവും പ്രധാനം ട്രംപിന്റെ മരുമകൻ തന്നെ നേരിട്ട് നാളത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ട്രംപിന്റെ ഓരോ വശവും, ട്രംപിന്റെ ഓരോ മർമ്മവും അറിഞ്ഞ് പെരുമാറേണ്ട ആളുകൾ തന്നെയാണ് നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് നാളത്തെ ചർച്ച ഏറെ നിർണായകമാണ്. കാരണം തീവ്ര വലതുപക്ഷ വിഭാഗം, ഇപ്പോഴത്തെ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ വിഭാഗം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് പൂർണ്ണമായി യുദ്ധത്തിലൂടെ മാത്രമേ ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും. അങ്ങനെ ഈ യുദ്ധം ഇപ്പോൾ തുടരണമെന്ന ആവശ്യത്തെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ട്രംപിനോ ബെഞ്ചമിൻ നെതന്യാഹുവിനോ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു കരാർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചും അവിടെ ചെറിയ പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കരാറുമായി മുന്നോട്ട് പോകുക എന്ന നിലപാടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹം ഇന്നും പറയുന്നത് കരാർ അംഗീകരിക്കുകയാണെങ്കിൽ ഹമാസിന് രക്ഷപ്പെട്ടു പോകാനോ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാനുമുള്ള അവസരമുണ്ടാകും. ഗസയെ പൂർണ്ണമായും ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയാക്കി മാറ്റിയെടുക്കാനുള്ള സഹായം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാം, അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതരായി പോകാനുള്ള അവസരവും നൽകാമെന്നാണ് ഇസ്രായേലിന്റെ വാദവും. എന്തായാലും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. ആ നിലപാടിലാണ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും ഇപ്പോഴും ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ഇന്നലെയും ഇന്നുമായി ഈ കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇന്നലെയും ഇന്നുമായി അതിരൂക്ഷമായ ബോംബാക്രമണം തന്നെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബോംബാക്രമണം നടത്താൻ പാടില്ല എന്ന് ട്രംപ് ഒരു വശത്ത് പറയുന്നു, അവിടെ ആക്രമണം നടത്തുന്നില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ലോകം കാണുന്നത് ഗസയിൽ ഇപ്പോഴും അതിരൂക്ഷമായ ആക്രമണം നടത്തുന്നു. പൂർണ്ണമായും അവിടെയുള്ള അവസാന താളെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും അവിടെ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. എന്തായാലും ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത്. തങ്കമാജിയൊക്കെ പറയുന്നു പ്ലീസ് ഹൈലൈറ്റ് ദ നെയിം ഓഫ് ദ കപ്പ് സിറപ്പ്. അത് തീർച്ചയായിട്ടും നമുക്ക് മാത്രമല്ല ഈ ചുമമരുന്നിനെ കുറിച്ചൊക്കെ ഉള്ളൊരു എക്സ്പ്ലെയിനർ നാളെ നമുക്ക് മോർണിംഗ് ഷോയിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ന്യൂസ് ഡെസ്ക് അത് നോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോമസ് മാത്യു പറയുകയാണ്, പാലക്കാട്ടെ കൈപോയ കുഞ്ഞിന് ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റില്ല SKN. തീർച്ചയായിട്ടും കേസൊക്കെ കൊടുക്കാൻ പറ്റും, പക്ഷേ ഒരു സത്യം ബാക്കിയാകുന്നു. ആ കുഞ്ഞിൻ്റെ വലത് കൈയാണ് ആ മകളുടെ പോയത്, അതാർക്ക് തിരികെ കൊടുക്കാൻ പറ്റും? ഒരു കോടതിക്കും അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല ഇപ്പോൾ ആ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എൻ്റെ കൈ എവിടെ എന്നാണ്. പക്ഷേ നമുക്ക് ഒരുപക്ഷെ ഒന്ന് പിടച്ചിലൂടെ മാത്രമേ നമുക്കത് കേൾക്കാൻ കഴിയൂ. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കുമ്പളയിൽ വിദ്യാർത്ഥികളുടെ പലസ്തീൻ ഐക്യദാർഢ്യം മൈം തടഞ്ഞ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് കൈമാറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തി കലോത്സവം നാളെ നടത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. മൈമ വിവാദത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. വിശദമായ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. അധ്യാപകരായ പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർക്ക് തെറ്റുപറ്റിയെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇവരോട് വിശദീകരണം നൽകാൻ ശുപാർശയിലുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. വിവാദങ്ങൾക്കിടെ നിർത്തിവെച്ച കലോത്സവം നാളെ വീണ്ടും നടത്താൻ തീരുമാനിച്ചു. 4 വേദികളിലായാണ് കലോത്സവം. മൈം ഉച്ചയ്ക്ക് 12 മണിക്ക് വേദിയിൽ അവതരിപ്പിക്കും. ആരോപണ വിധേയരായ അധ്യാപകരെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. മൈം നിർത്തിവെച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 24 കാസർഗോഡ്. ഹിമാലയൻ മേഖലയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. നേപ്പാളിൽ ഇപ്പോൾ 47 പേർ മരിച്ചുവെന്ന വാർത്ത. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ മരണം 17 ഉയർന്നു. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു.
വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിൽ അതീവ രൂക്ഷമാണ് സാഹചര്യം. മണ്ണിടിച്ചിലിൽ മിരിക്, സുക്കിയ, പൊഖാരി എന്നിവിടങ്ങളിൽ മാത്രം 14 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. മണ്ണിടിച്ചിലിൽ പശ്ചിമ ബംഗാളിലും സിക്കിമിനും ഇടയിലുള്ള റോഡ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. ബാലസൺ നദിക്ക് കുറുകെയുള്ള ദുഡിയ ഇരുമ്പുപാലം തകർന്നതോടെ ഡാർജിലിംഗിനും സിരിഗുഡിക്കും ഇടയിലുള്ള പ്രധാന റോഡ് തടസ്സപ്പെട്ടു. നേപ്പാളിൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലുള്ള ഇലാം ജില്ലയിലുണ്ടായ വ്യാപക മണ്ണിടിച്ചിലിൽ നിരവധി പാലങ്ങൾ ഒലിച്ചുപോയി. റോഡുകൾ തകർന്നു. കോശി ബാരേജിന്റെ 56 ഗേറ്റുകളും തുറന്നു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് പിന്തുണ അറിയിച്ചു. മേഖലയിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വടക്കൻ ബംഗാൾ, സിക്കിം, മേഘാലയ എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ടും ബീഹാർ, ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. എന്തായാലും അതിരൂക്ഷമായ സാഹചര്യമാണ് ഈ പ്രദേശങ്ങളിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ബീഹാറിൽ SIR നടപ്പാക്കിയത് നിയമപരമായിട്ടാണ്. നവംബർ 22-ാം തീയതി മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. 1-2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. നിയമസഭയുടെ കാലാവധി നവംബർ 22-ന് അവസാനിക്കും. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് ഗ്യാനേഷ് കുമാർ. स्पेशल इंटेंसिव रिवीजन ये कार्य 24 जून 2025 से शुरू हुआ और कालावधि पूर्ण होने से पहले ही समयबद्ध तरीके से सभी मतदाताओं के सहयोग के साथ समाप्त हुआ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കമ്മീഷണർ അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായെന്നും കമ്മീഷൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് മാതൃകയാക്കിയാകും ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഓരോ പോളിംഗ് ബൂത്തിലും പരമാവധി 1200 വോട്ടുകൾ മാത്രമാണ് ഉണ്ടാകുകയെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പോളിംഗ് ബൂത്തിലും 100% വെബ്കാസ്റ്റിംഗ്, പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോകൾ ഉൾപ്പെടുത്തും, സീരിയൽ നമ്പറുകൾ വലിയ അക്കത്തിൽ രേഖപ്പെടുത്തും തുടങ്ങിയവയാണ് മറ്റു പരിഷ്കാരങ്ങൾ. 24 ഡൽഹി. ചില പ്രേക്ഷകരൊക്കെ ഈ നിരോധിക്കപ്പെട്ട ഈ കഫ് സിറപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കോൾട്രിപ്സ് മരുന്നാണ് ഇപ്പോൾ കഫ് സിറപ്പാണ് കുട്ടികൾ കൊടുക്കുന്നത്, നിരോധിച്ചിരിക്കുന്നത്. ഇതിൽ വിഷാംശം പുരണ്ടിരുന്നുവെന്ന വിവരമാണ് മധ്യപ്രദേശിൽ നിന്നൊക്കെ വരുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് ഈ കുട്ടികൾ മരിച്ചത്. എന്തായാലും ഈ സിറപ്പിനെ കുറിച്ചും കഫ് സിറപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ഉള്ളൊരു എക്സ്പ്ലെയിനർ നാളെ നമുക്ക് മോർണിംഗ് ഷോയിൽ സംപ്രേഷണം ചെയ്യാം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ചാലക്കുടി അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് അപകടമുണ്ടായി. ഇടിയുടെ ആഘാതത്തിൽ കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്നവരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് വിവരം. അതിന്റെ ദൃശ്യമാദ്യം നമുക്കൊന്ന് പോയി നോക്കിക്കാണാം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകുന്നേരം 6:30 ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ സിൽവർ സ്റ്റോമിന് സമീപം ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. അവിടെ ഈ ഡിവൈഡറിൽ വാഹനം ഇടിച്ച് ഈ അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഇതിനകത്തുണ്ടായിരുന്ന ആളുകളെ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് പുറത്തെടുത്തു. പക്ഷേ ഈ വാഹനം ഈ റോഡിലൂടെ ഉരഞ്ഞതിനെ തുടർന്ന് തൊട്ടു പിന്നാലെ ഈ വാഹനത്തിന് തീ പിടിക്കുകയായിരുന്നു. ഈ നാട്ടുകാരെത്തിയാണ് ഈ തീയൊക്കെ അണച്ചത്. എന്തായാലും ഈ പരിക്കേറ്റ ആളുകളെ തൃശ്ശൂരിലെ തന്നെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പലരെയും ഈ അപ്പോളോ ആശുപത്രിയിലാണ്, അങ്കമാലിക്കടുത്ത് അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ വാഹനം ഓടിച്ചിരുന്നത് മണ്ണൂത്തി SI ആയിട്ടുള്ള ജയേഷ് കുമാർ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ജയേഷ് കുമാറിനും കുടുംബാംഗങ്ങൾക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ വാഹനവും ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ വാഹനാപകടത്തെ തുടർന്ന് ഈ മേഖലയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്കടക്കം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. കോഴിക്കോട് ഒളവണ്ണയ്ക്ക് സമീപം ഇരിങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 2.5 വയസ്സുകാരന് നേരെ തെരുവ് നായുടെ ആക്രമണം ഉണ്ടായി. ഇരിങ്ങല്ലൂർ സ്വദേശി മീത്തൽ ജാഫറിന്റെ മകൻ മുഹമ്മദ് അസഖബിനാണ് പരിക്കേറ്റത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, പറയൂ. ഒളവണ്ണ എന്ന പ്രദേശത്ത് നിന്ന്, അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ഒളവണ്ണ ഇരിങ്ങല്ലൂരിലാണ് ഈ സംഭവം. തെരുവ് നായുടെ ആക്രമണത്തിന് ഇത്തവണ ഇരയായത് വെറുമൊരു 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. വളരെ ദൗർഭാഗ്യകരമാണ്. ആ കുഞ്ഞിൻ്റെ മുഖത്തേറ്റ പരിക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും എത്രത്തോളം വ്യാപ്തിയിലുള്ളൊരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടി വീടിൻ്റെ മുറ്റത്ത് നിന്ന് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടിക്ക് നേരെ തെരുവ് നായുടെ ആക്രമണം ഉണ്ടായത്. കുട്ടി നന്നായി ബഹളം വെച്ചെങ്കിലും പെട്ടെന്ന് ഓടി വന്ന് ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ല. വലത് കൈത്തണ്ടയിലും ചുമലിലും മുഖത്തിൻ്റെ വലതുഭാഗത്തും
ഭാഗത്തും കടിയേറ്റ കുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദിനം പ്രതി എന്നോണം സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് തെരുവുനായുടെ ആക്രമണത്തിന്റെ വാർത്തകൾ പുറത്തു വരികയാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തെരുവുനായുടെ ആക്രമണത്തിന് ഇരയാകുന്നതാകട്ടെ ചെറിയ കുട്ടികളുമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തെരുവുനായകളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടുന്ന നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ദിവസവും തുടർക്കഥയാകുന്ന ഇത്തരം സംഭവങ്ങൾ. ഓക്കെ, താങ്ക് യു. സദാശിവപിള്ള ഒരു സംശയം ചോദിക്കുന്നു. കുന്തളത്താഴത്ത് താമസമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം കൂടിയൊന്ന് സംശയം, എങ്ങനെയാണ് ആ കാറ് കത്തിയത്? കാര്യം ഡിവൈഡറിൽ ഇടിച്ചാൽ ഒരു കാർ എങ്ങനെ കത്തും? അതിൽ ഏവിയേഷൻ ഫ്യൂവൽ വല്ലതും ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം സംശയം പറയുന്നത്. അറിയില്ല, നമുക്ക് അന്വേഷിക്കാം. പാലക്കാട്ടെ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ന്യായീകരണവുമായി ആശുപത്രി അധികൃതരും KGMOയും ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയല്ലെന്നും അപൂർവമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനാണെന്നും പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ പറഞ്ഞു. നിറവ്യത്യാസവും വേദനയും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചുവെന്ന ഡോക്ടേഴ്സിൻ്റെ വാദം പച്ചക്കള്ളം എന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണം. വിരലുകൾ അനക്കണം, കാരണം എന്നാലേ രക്തചംക്രമണം ഉണ്ടാവുള്ളൂ, നീര് വെക്കാതിരിക്കുള്ളൂ എന്നുള്ളത് പറയും. പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന് നീര്, വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരുക്കുമായി ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയുടെ കുടുംബത്തിന് നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെയും ഓർത്തോ വിഭാഗം മേധാവിയുടെയും വിശദീകരണം. എന്നാൽ ഇത് നുണയെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത 24-നോട്. അവര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പെൺകുട്ടിക്ക് എക്സ്റേ പരിശോധിച്ച് ചികിത്സ നൽകി. എന്നാൽ രക്തക്കുഴലിന്റെ ഉള്ളിലെ പാളിയിൽ മുറിവുണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ്. DMOയ്ക്ക് ലഭിച്ച റിപ്പോർട്ട് സമർത്ഥിച്ചാണ് ഡോക്ടേഴ്സിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന വാദം. സാഹചര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ചികിത്സാ സഹായമടക്കം ഉറപ്പാക്കി സംരക്ഷിക്കുമെന്ന് MLA K ബാബു പറഞ്ഞു. 24 പാലക്കാട്. മറ്റൊരു വാർത്തയിലേക്ക്. ഇതേ വാർത്ത തന്നെ തുടരുകയാണ്. പാലക്കാട്ട് 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുട്ടിയുടെ ചികിത്സ ഉറപ്പാക്കുമെന്ന് നെന്മാറ MLA K ബാബു 24-നോട് പറഞ്ഞു. മെഡിക്കൽ റിപ്പോർട്ടിലെ കുടുംബത്തിൻ്റെ ആശങ്ക പരിശോധിക്കും. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും MLA പറയുന്നു. കുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമാണ് MLAയുടെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഇന്ന് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ വിലയിരുത്താൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ എന്താണ് വസ്തുത എന്നുള്ളത് ഒരു തൃപ്തികരമായി അവരുടെ കുടുംബത്തിൻ്റെ അഭിപ്രായം കൂടെ മാനിക്കണമല്ലോ. ആ നിലയ്ക്കുള്ളൊരു ഫർദർ എൻക്വയറി നടത്താൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടും. ആ കുട്ടിയുടെ ജീവനും ജീവിതവുമാണ്. അപ്പോൾ എന്ത് ചികിത്സ ആവശ്യമായി വരുന്നു ആ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും എല്ലാ വിധത്തിലുള്ള സഹായം ഉറപ്പാക്കും എന്നതിനൊരു തർക്കമേ ഇല്ല. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ നിഖിൽ. കേവലം ഒരു 9 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് അതായത് കൈയൊടിഞ്ഞ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്നു. അവിടെ നിന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതും കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നും. പക്ഷെ അങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിരിക്കുന്നു. ഇതിന് ശേഷം ഒരിക്കൽ പോലും ഈ ആരോഗ്യവകുപ്പ് മന്ത്രി പോലും അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ആ കുടുംബം പറയുന്നത്. അങ്ങനെ വലിയ ആരോപണം ഈ ആരോഗ്യ വകുപ്പിനെതിരെ ഉയരുന്ന സാഹചര്യത്തിലാണ് നെന്മാറ MLA കൂടിയായിട്ടുള്ള K ബാബു അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്പസമയം മുൻപായിരുന്നു ഈ മെഡിക്കൽ കോളേജിലെത്തി അദ്ദേഹം ഈ കുടുംബത്തെ കണ്ടത്. ആദ്യം കുഞ്ഞിനെ കണ്ടു, പിന്നീട് ഈ അമ്മയെയും അതോടൊപ്പം തന്നെ അമ്മയുടെ അമ്മയെയും കണ്ടു സംസാരിച്ചു. അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും സർക്കാർ നൽകുമെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയത്. നാളെ നിയമസഭയിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ധരിപ്പിക്കും, ആരോഗ്യമന്ത്രിയോട് ഇതിൻ്റെ ഗൗരവം അറിയിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ ഒരു ആശാവഹമായ കാര്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർമാരുടെ ഭാഗത്ത് പിഴവുണ്ടായിട്ടില്ല എന്നവർ വീണ്ടും വീണ്ടും സമർത്ഥിക്കുകയാണ്. എന്നാൽ ആ മെഡിക്കൽ റിപ്പോർട്ടിന് അത്തരത്തിൽ പിഴവുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ അവർ പറയുന്നു ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല. പക്ഷേ കുടുംബത്തിന്റെ ആശങ്ക തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് K ബാബു പറയുന്നത്. അതൊരു പ്രതീക്ഷ നൽകുന്ന വാക്കാണ്. അതായത് ഒരു CPM MLAയിൽ നിന്ന് ആ കുടുംബത്തിന് ആശാവഹമായിട്ടുള്ള ഒരു പ്രതികരണമാണത്. എന്തായാലും ഈ കുടുംബത്തിന് നീതി ഉറപ്പാക്കും, കുട്ടിയുടെ ചികിത്സ, മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇതിലെല്ലാം സർക്കാരിന്റെ കരുതലുണ്ടാകും എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് K ബാബു. അതായത് ഈ വിവാദങ്ങൾ ശക്തമായി നിൽക്കെ, കത്തി നിൽക്കെ മെഡിക്കൽ കോളേജിലെത്തി അദ്ദേഹം ഈ
കുടുംബത്തെ കാണുന്നതിലൂടെ സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളൊരു പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ളൊരു സൂചന കൂടി ആ കുടുംബത്തിന് നൽകുകയാണ് അദ്ദേഹം. എന്തായാലും തങ്ങൾ ഈ പരാതിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഈ 9 വയസ്സുകാരുടെ അമ്മയും അവരുടെ കുടുംബവും ഒക്കെ ഉള്ളത്. അല്പസമയം മുൻപ് നമ്മുടെ എൻകൗണ്ടറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഈ MLA അവിടെ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് നമ്മുടെ വാഹനത്തിൽ തന്നെയാണ് അവിടേക്ക് പോയത്. ആ സമയത്തെല്ലാം അവർ പറയുന്നത് ഇത് തന്നെയായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞിന് കൈ നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ കൈ എവിടെ പോയി, എന്തിനാണ് എൻ്റെ കൈ മുറിച്ചു മാറ്റിയതെന്നൊക്കെയാണ് കുഞ്ഞ് ചോദിക്കുന്നത്. ഉത്തരമില്ലാതെ നിൽക്കുകയാണ് രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ അവർക്ക് നീതി കിട്ടേണ്ടത് ഈ കേരളത്തിൻ്റെ അനിവാര്യതയാണ്. നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരായ ആളുകളൊക്കെ പ്രതീക്ഷ തേടി എത്തുന്നത് ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളിലേക്കാണ്. സർക്കാർ ആശുപത്രികളിൽ അത്തരത്തിലുള്ളൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് പൊതുസമൂഹം ഒന്നടങ്കം പറയുന്ന കാര്യം. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. എന്തായാലും ആ കുഞ്ഞിൻ്റെ കാര്യം നമ്മളിങ്ങനെ വല്ലാതെ വേട്ടയാടുകയാണ്. കാര്യം ചെറിയൊരു പ്രായമുള്ള കുട്ടിയുടെ വലത് കൈയാണ് നഷ്ടപ്പെട്ടത്. ജീവിതത്തിൽ ഉടനീളം ഇനി ആ കൈയില്ലാതെ കുഞ്ഞിന് ജീവിക്കണമെന്നുള്ള കാര്യം ഓർമ്മിക്കുമ്പോൾ വല്ലാതെ സങ്കടമുണ്ട്. നിഷ പറയുന്നു, നെട്ടൂർ ഭാഗത്ത് എൻ്റെ ഒരു അമ്മായി കൊണ്ടുവന്നൊരു സംശയം കാണും, തീർച്ചയായിട്ടും കാണും. ഇനി നെട്ടൂർ ഭാഗത്ത് കുറേ അമ്മായിമാരുണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം അവിടെ ആർക്കോ ആണല്ലോ ഈ ലോട്ടറി അടിച്ചത്. വന്നു പോവും, അമ്മായിമാർ വരും. തമിഴ്നാട്ടിൽ വീണ്ടും സർക്കാർ ഗവർണർ വാക്പോര്. സർക്കാരിൻ്റെ തമിഴ്നാട് പൊരുതും തമിഴ്നാട് ജയിക്കും ക്യാമ്പയിനെതിരെ ഗവർണർ RN രവി രംഗത്ത് വന്നു. നിങ്ങൾ ആരോടാണ് പൊരുതുന്നത് എന്ന് ഗവർണർ ചോദിക്കുന്നു. അധികാരത്തിനപ്പുറത്തേക്ക് കടന്നു കയറുന്ന ഗവർണർമാർക്കെതിരെ എന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മറുപടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വരുന്നു. റഹീസ്, ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം വീണ്ടും മുഖ്യമന്ത്രി ഗവർണർ പോര് മുറുകുന്നു. പറയൂ. SKN കഴിഞ്ഞ സുപ്രീം കോടതി വരെയൊക്കെ കയറി വലിയ നിയമ പോരാട്ടമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഈ സർക്കാരും ഗവർണറും ഒക്കെ ഒരു തരത്തിലൊന്ന് അടങ്ങിയെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഗവർണർ ആദ്യ വെടി പൊട്ടിക്കുന്നത്. തമിഴ്നാട് പൊരുതും തമിഴ്നാട് ജയിക്കുമെന്ന ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ DMK സർക്കാർ ആരംഭിച്ച് അതിന്റെ പോസ്റ്റർ പ്രചാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രചാരണത്തിനിടയിൽ സർക്കാർ എന്തിനാണ് എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കുന്നത്? താൻ പോകുമ്പോൾ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പോസ്റ്ററുകൾ കാണുന്നു, നിങ്ങൾ ആർക്കെതിരെയാണ് പോരാടുന്നതൊക്കെ തമാശ രൂപേണ പരിഹസിച്ചുകൊണ്ട് ഗവർണർ ചോദിക്കുകയാണ്. അത് രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഗവർണർ ചോദിക്കുന്നത്. ഞൊടിയിടയിൽ തന്നെ മറുപടിയുമായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തി. അധികാരത്തിനപ്പുറത്തേക്ക് കടന്നു കയറുന്ന ഗവർണർമാർക്കെതിരെയാണ് പോരാട്ടം എന്ന് MK സ്റ്റാലിൻ പറയുകയാണ്. ഹിന്ദി അംഗീകരിക്കാത്ത, വിദ്യാഭ്യാസ ഫണ്ട് തരാതെ തങ്ങളെ ഞെരിക്കുന്നവർക്കെതിരെ കൂടിയാണ് പോരാട്ടമെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് നടക്കുന്നവർക്കെതിരെ കൂടിയാണ് ഈ പോരാട്ടം. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നവർക്കെതിരെയാണ് പോരാട്ടം. മനുസ്മൃതി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറി അന്ധവിശ്വാസം വളർത്തുന്നവർക്കും ഒക്കെ എതിരെയാണ് ഈ ക്യാമ്പയിൻ എന്ന് സ്റ്റാലിൻ അങ്ങനെ അക്കമിട്ട് പറയുകയാണ്. ഏതാണ്ട് ഒരു 10 പോയിന്റുകൾ സ്റ്റാലിൻ അല്പസമയം മുൻപാണ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഗവർണർ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകുന്നു. നാളെയും ഇത്തരത്തിൽ ഗവർണറുടെ ഒരു പരിപാടിയുണ്ട്, സ്വാഭാവികമായിട്ടും അതിലേക്ക് ഗവർണറുടെ മറുപടി ഉണ്ടാകും. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാർ ഗവർണർ പോര് തമിഴ്നാട്ടിൽ സജീവമാവുകയാണ്. SKN. കാസർഗോഡ് കരിന്തളത്ത് വയോധികനെ അയൽവാസി തലക്കടിച്ചു കൊന്നു. കുമ്പളപ്പള്ളി സ്വദേശി കണ്ണനാണ് മരിച്ചത്. 80 വയസ്സുള്ള പ്രായമുള്ള ആളാണ് ഈ കണ്ണൻ. അയൽവാസിയായ ശ്രീധരനാണ് വടികൊണ്ട് തലക്കടിച്ച് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഷഹദ് റഹ്മാൻ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ ഷഹദ്. 7 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കരിന്തളം, അതായത് കുമ്പളയിൽ വയോധികനായിട്ടുള്ള അയൽവാസിയെയാണ് ഈ തലക്കടിച്ച് കൊന്നിട്ടുള്ളത്. കുമ്പളപ്പള്ളി ചിറ്റൂരമൂല ഉന്നതിയിലെ K കണ്ണനാണ് മരിച്ചിട്ടുള്ളത്. അയൽവാസിയും ബന്ധുവുമായിട്ടുള്ള K ശ്രീധരനാണ് ഇയാളുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. സംഭവം നടന്ന ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇയാൾ മരിക്കുകയായിരുന്നു. എന്തായാലും തലയുടെ പിൻഭാഗത്താണ് അടിയേറ്റിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇത് കണ്ടുനിന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വഴിമധ്യേയാണ് ഇയാൾ മരിക്കുന്നത് എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്യജീവി ആക്രമണങ്ങൾ ബാധിക്കുമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. വീണ്ടും മത്സരിക്കുന്ന കാര്യം പാർട്ടി പറഞ്ഞാൽ ആലോചിക്കുമെന്നും ശശീന്ദ്രൻ്റെ പ്രസ്താവന ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതായി തോന്നുന്നില്ലെന്നും AK ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തെരഞ്ഞെടുപ്പിനെ നല്ല കാര്യവും ചീത്തക്കാര്യവും എല്ലാം ബാധിക്കുമല്ലോ. എലത്തൂരിന് LDF സ്ഥാനാർത്ഥി ഉണ്ടാകും, LDF ജയിക്കും. മന്ത്രി മത്സരിക്കുമോ? അത് ഞാനല്ല തീരുമാനിക്കുന്നത്, അതായത് ഇവരൊക്കെയാണ് തീരുമാനിക്കും. എലത്തൂർ നിയോജകമണ്ഡലത്തിൽ കൂടെയുണ്ട് കരുത്തായി കരുതലായി. പാർട്ടി പറഞ്ഞത് ഇതുവരെ ചെയ്തിട്ടും നാളെ മറ്റെന്തെങ്കിലും അസൗകര്യം മറ്റു അസൗകര്യമൊന്നും ഇല്ലെങ്കിൽ പാർട്ടിയെ ധിക്കരിക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ടാവില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും സാധനങ്ങൾ അലട്ടില്ല. ഡോക്ടർമാരൊന്നും ഇല്ല എന്നാണ് പറയുന്നത്.
ലഡാക്ക് വെടിവയ്പിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് സോനം വാങ്ചുക് ജയിലിൽ നിന്നാണ് ഈ സന്ദേശം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലെ സമാധാന ചർച്ചകൾ ഫലം കണ്ടെന്ന് ലഡാക്ക് ഭരണകൂടം അവകാശപ്പെട്ടു. ലഡാക്ക് പ്രക്ഷോഭത്തിൽ കസ്റ്റഡിയിലെടുത്ത 30 പേരെ ഇതിനോടകം വിട്ടയച്ചതായി ഭരണകൂടം വ്യക്തമാക്കുന്നു. ലഡാക്ക് പ്രക്ഷോഭത്തിന് പിന്നാലെ ജോധ്പൂർ ജയിലിൽ കഴിയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സന്ദേശം ലീഗൽ ടീമാണ് പുറത്തുവിട്ടത്. ശാരീരികമായും മാനസികമായും താൻ സുഖമായിരിക്കുന്നു. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം. ജുഡീഷ്യൽ അന്വേഷണം ആരംഭിക്കും വരെയും ജയിലിൽ തുടരും. 6ാം ഷെഡ്യൂളിനും സംസ്ഥാന പദവിക്കും വേണ്ടിയുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പെക്സ് ബോഡി സ്വീകരിക്കുന്ന ഏതൊരു നടപടിയിലും പൂർണ്ണ ഹൃദയത്തോടെ കൂടെ നിൽക്കുമെന്നും സോനം വാങ്ചുക്. യഥാർത്ഥ ഗാന്ധിയൻ അഹിംസയുടെ വഴിയിൽ സമാധാനപരമായി പോരാട്ടം തുടരാൻ ആഹ്വാനം. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ ഭാര്യ ഗീതാഞ്ജലി യാങ്മോ നൽകിയ ഹേബിയസ് കോർപ്പസ് സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, NV അഞ്ജലിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലഡാക്കിൽ നടന്ന പ്രക്ഷോഭത്തിൽ 70 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 30 പേരെ ഇതിനോടകം വിട്ടയച്ചതായി ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. കോടതി നടപടികളനുസരിച്ച് ബാക്കിയുള്ള 40 പേരെയും മോചിപ്പിക്കുമെന്ന് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. കേന്ദ്രവുമായി നാളെ നടക്കാനിരുന്ന ചർച്ചകളിൽ നിന്ന് പിന്മാറിയെങ്കിലും സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്കെത്തിക്കാനുള്ള ശ്രമം കേന്ദ്രം തുടരുകയാണ്. അതിനിടെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം സൂക്ഷ്മമായി പഠിക്കാനുള്ള തീരുമാനത്തിലാണ് ഡൽഹി പോലീസ്. 24 ഡൽഹി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും KSRTC ബസ് തടഞ്ഞ കേസ് തിരുവനന്തപുരം കന്റോൺമെന്റ് CE അട്ടിമറിച്ചുവെന്ന ഡ്രൈവർ യദുവിന്റെ ആരോപണം. സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടും തന്നെ വേട്ടയാടുന്നു. സ്വകാര്യ ബസ് ഓടിച്ച് ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നും യദുവിന്റെ പരാതി. ദുരിതമാണ്. ദുരിതം പണ്ട് ഈ കേസ് ഇപ്പം കേസ് വന്നതിന് ശേഷം ദുരിതം തന്നെയാണ്. എന്താ വെച്ചാൽ മറ്റേതാകുമ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ്സിലാണ്. ഇപ്പം കിഴക്കേക്കോട്ട കണ്ടല്ലോ സ്റ്റാൻഡ്, ഒരു സൈഡ് മൊത്തം കമ്പി വേലി കൊണ്ട് കെട്ടി അടച്ചൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോലും അവർ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങുകയാണ്. ഈ വേട്ടയാടൽ ഒരു സൈഡിൽ കൂടെ നടക്കും. നമ്മളതൊന്നും നോക്കുന്നു. നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. ഒരിടത്ത് പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്തോ ചെയ്ത പോലെ അവർ നീറ്റായിട്ടുള്ള ആൾക്കാരെന്നുള്ള രീതിയിലാണ്. ആനപ്രേമികൾക്കിടയിലെ താരം കോട്ടയത്തെ പുതുപ്പള്ളി സാധു എന്ന ആന തിരിച്ചെത്തുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 1 മാസമായി ഈ ആന ചികിത്സയിലായിരുന്നു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്കെത്തിയ സാധുവിന് വലിയ സ്വീകരണമാണ് പുതുപ്പള്ളി പള്ളിയുടെ മുന്നിൽ കിട്ടിയത്. ചികിത്സയിലായിരുന്നതിന്റെ ക്ഷീണമൊന്നും പുതുപ്പള്ളി സാധുവിന്റെ മുഖത്തില്ലായിരുന്നു. തലയെടുപ്പോടെ പുതുപ്പള്ളി പുണ്യാളന്റെ മുന്നിൽ അവൻ എഴുന്നേറ്റു നിന്നു. എരണ്ടക്കെട്ടിനെ തുടർന്ന് 1 മാസമായി ചികിത്സയിലായിരുന്നു. ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലൂടെയും കടന്നുപോയി. ഒടുവിൽ ഗുജറാത്തിൽ നിന്നും വിദഗ്ധരെത്തി നടത്തിയ ചികിത്സ ഫലം കണ്ടു. എരണ്ടക്കെട്ട് എന്ന് പറയുന്ന രോഗം വന്നാൽ നമുക്കൊരു 50% ചാൻസേ ഉള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരംഭത്തിൽ തന്നെ ഗുജറാത്ത് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ വന്നതിന് ശേഷമുള്ള ചികിത്സകൾ അവരാണ് ചെയ്തത്. സാധുവിന്റെ തിരിച്ചുവരവ് കാണാൻ പുതുപ്പള്ളിക്കാർ മാത്രമല്ല ആനപ്രേമികളായ ഒട്ടനവധി പേർ എത്തി. പട്ടും പൂമാലയും ചാർത്തിയാണ് അവർ സാധുവിനെ സ്വീകരിച്ചത്. പുതുപ്പള്ളി സാധു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ജീവനാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ഉത്സവങ്ങളിൽ മൂപ്പര് പങ്കെടുക്കുന്ന ഒരു ആനയാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലായിടത്തും വഴിപാട് ചെയ്യിച്ചു. നമ്മുടെ വൈഫായാലും എല്ലാവരും, നമ്മൾ മാത്രമല്ല നമ്മുടെ ഫാമിലി മൊത്തം ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയാണ്. പുതുപ്പള്ളി പള്ളിയിലെത്തിയ സാധുവിന് ആശംസ അറിയിക്കാൻ MLA ചാണ്ടി ഉമ്മനും നേരിട്ടെത്തി. ഇതേപോലെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. നമ്മുടെ സമ്പത്താണ് ഇവരൊക്കെ. തൃശൂർ പൂരമടക്കം നിരവധി ഉത്സവങ്ങളിലെ താരമാണ് പുതുപ്പള്ളി സാധു. ഷൂട്ടിങ്ങിനിടയിൽ കാട്ടിൽ കയറിയ സാധു മടങ്ങിയെത്തിയതും വലിയ വാർത്തയായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായതോടെ വരും ദിവസങ്ങളിൽ വീണ്ടും പരിപാടികളിൽ സാധു സജീവമാകും. കോട്ടയത്ത് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഓക്കെ, താങ്ക് യു. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.